നമസ്കാരം. പെൺകുട്ടികളുടെ പിറകെ നടന്ന് വളയ്ക്കുന്ന പൂവാലൻ സ്വഭാവം കൊണ്ട് മലയാളി യുവാക്കൾ വിദേശത്ത് പോയാൽ കിട്ടുന്നത് എട്ടിന്റെ പണിയാകും. പ്രണയത്തിന്റെയും സൗഹൃദത്തിന്റെയും അതിർവരമ്പ് എവിടെയാണെന്ന് യുവാക്കൾ ഇനിയും തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. ഇക്കാര്യത്തിൽ അറിവില്ലെങ്കിൽ വിദേശത്ത് പൂവാലൻ സ്വഭാവം എടുത്താൽ അഴിയെണ്ണേണ്ടി വരും. UK-യിൽ സ്റ്റുഡന്റ് വിസയിൽ പഠിക്കാൻ പോയി പൂവാലൻ സ്വഭാവം പുറത്തെടുത്ത മലയാളി യുവാവിന് കിട്ടിയത് എട്ടിന്റെ പണിയാണ്. സഹപ്രവർത്തകയായ പെൺകുട്ടിയെ പിറകെ നടന്ന് ശല്യപ്പെടുത്തിയ ആശിഷ് ജോസ് പോൾ എന്ന യുവാവിന് തടവ് ശിക്ഷ അനുഭവിച്ചതിന് പുറകെ നാടുകടത്തൽ ഭീഷണിയും നേരിടുകയാണ്. എറണാകുളം വടക്കൻ പറവൂർ സ്വദേശിയാണ് ആശിഷ് ജോസ്. സ്റ്റുഡന്റ് വിസയിൽ എത്തി ഇയാൾ ലണ്ടനിലെ സ്റ്റൂവിൽ കോഫി ഷോപ്പിൽ ജോലി ചെയ്യവെയാണ് കേസിൽ അകപ്പെട്ടത്. ഒപ്പേ ജോലി ചെയ്ത പെൺകുട്ടിയോട് നിരന്തരം പ്രണയാഭ്യർത്ഥന നടത്തുകയായിരുന്നു യുവാവ്. ഫോണിലൂടെയും ശല്യപ്പെടുത്തി. ഒടുവിൽ സഹികെട്ട പെൺകുട്ടി പോലീസിൽ പരാതി നൽകുകയായിരുന്നു. ഇതോടെ അറസ്റ്റിലാവുകയും ചെയ്തു. ആശിഷിന്റെ അറസ്റ്റ് വാർത്താ ഡെയിലി മെയിൽ അടക്കമുള്ള ബ്രിട്ടീഷ് മാധ്യമങ്ങളിൽ വലിയ വാർത്തയായിട്ടുമുണ്ട്. സഹപ്രവർത്തകയെ കണ്ട പ്രണയപരവശനായ യുവാവ് യുവതിക്ക് സന്ദേശങ്ങൾ അയക്കുമായിരുന്നു. പൂക്കൾ, ചോക്ലേറ്റുകളുമായി പിന്നാലെ എത്തി. പെൺകുട്ടി നോ പറഞ്ഞിട്ടും വിടാതെ പിന്നാലെ കൂടിയതോടെയാണ് ശരിക്കും പണി കിട്ടിയത്. കഴിഞ്ഞ വർഷം ജൂലൈ 7-നും ഡിസംബർ 30-നും ഇടയിൽ 6 മാസമാണ് പെൺകുട്ടിയെ ശല്യപ്പെടുത്തിയത്. നമ്പർ ബ്ലോക്ക് ചെയ്തപ്പോൾ സമ്മാനങ്ങൾ കൊണ്ട് മൂടുകയും ചെയ്തുവെന്നും കാണിച്ചാണ് ലുറ്റാരിറ്റ മുസിയോ ലോറെറ്റെ എന്ന പെൺകുട്ടി പരാതി നൽകിയത്. പെൺകുട്ടിയുടെ പരാതിയിൽ പോലീസ് അറസ്റ്റ് ചെയ്ത് പിന്നീട് ജാമ്യം നൽകിയിരുന്നു. മൃഗശാലയിലെ കോഫി ഷോപ്പിലേക്ക് തിരികെ പോകരുതെന്ന മുന്നറിയിപ്പും പോലീസ് നൽകിയിരുന്നു. എന്നാൽ അടുത്ത ദിവസം തന്നെ മാസിയോ ലർണേഴ്സുമായി സംസാരിക്കാൻ ആശിഷ് തിരിച്ചെത്തി. ഇതോടെ പിന്തുടർന്ന് കുറ്റം ആവർത്തിച്ചു എന്ന കാര്യത്തിൽ വീണ്ടും അറസ്റ്റ് ചെയ്യുകയാണ് ഉണ്ടായത്. മൃഗശാലയുടെ പരിസരത്ത് പോകരുതെന്ന ഉത്തരവോടെ ജാമ്യം അനുവദിക്കപ്പെട്ടെങ്കിലും യുവാവ് വീണ്ടും തെറ്റ് ആവർത്തിക്കുകയാണ് ഉണ്ടായത്. ലണ്ടൻ മൃഗശാലയുടെ 50 മീറ്ററിനുള്ളിൽ പോകരുതെന്ന വ്യവസ്ഥയിൽ ലഭിച്ച ജാമ്യം ലംഘിച്ചു. എന്നാൽ വീണ്ടും വിനോദസഞ്ചാര കേന്ദ്രം സന്ദർശിച്ച് റോയൽ പാർക്ക് പരിചാരകനോട് തന്റെ മുൻ സഹപ്രവർത്തകയോട് താൻ പ്രണയത്തിലാണെന്ന് ഇയാൾ വിശദീകരിക്കുകയും ചെയ്തു. ഇതോടെയാണ് സൗത്ത് പാർക്ക് ക്രൗഡ് കോടതി ജോസ് പോളിന് 6 മാസത്തെ തടവിന് ശിക്ഷിച്ചത്. ഇത് കൂടാതെ 20 ദിവസത്തെ റീഹാബിലിറ്റേഷൻ ജോലികൾ ചെയ്യാനും നിർദ്ദേശിക്കുകയാണ് ഉണ്ടായത്. ഇത് കൂടാതെ ഇരയെ പിന്തുടരുന്ന രീതിയിൽ പെരുമാറുന്നത് കൊണ്ട് പോളിനെ നാട് കടത്തേണ്ടി വരുമെന്നും ജഡ്ജി സൂചിപ്പിച്ചു. ഇതോടെ നാട് കടത്തൽ ഭീതിയിലാണ് യുവാവ്. സെപ്റ്റംബർ വരെയാണ് യുവാവിന് വിസ കാലാവധിയുള്ളത്. കേരളത്തിൽ നിന്നും BCom പഠനം പൂർത്തിയാക്കിയ ശേഷമാണ് പോൾ UK-യിലെ ആംഗ്ലിയ റസ്കിൻ സർവകലാശാലയിൽ അക്കൗണ്ടിങ്ങിലും ധനകാര്യത്തിലും ബിരുദാനന്തര ബിരുദത്തിന് ചേർന്നത്. പാർട്ട് ടൈം ജോലിക്കായാണ് ലണ്ടൻ മൃഗശാലയിലെ കഫേയിൽ ജോലി ചെയ്തിരുന്നത്. ഇതിനിടെയാണ് സഹപ്രവർത്തകയായ പെൺകുട്ടിയോട് അടുപ്പമുണ്ടാകുന്നത്. പോളിന്റെ ഭാഗത്തു നിന്നും പിന്തുടർന്നുണ്ടായ പ്രണയാഭ്യർത്ഥന തന്നെ വൈകാരികമായും മാനസികമായും ബാധിച്ചുവെന്നാണ് പെൺകുട്ടി കോടതിയിൽ വെളിപ്പെടുത്തിയത്. എന്നാൽ പോൾ അങ്ങനെ ശല്യപ്പെടുത്തിയിട്ടില്ലെന്നാണ് പ്രതിഭാഗം വാദിച്ചത്. പോൾ അറസ്റ്റിലായതിനു ശേഷം അദ്ദേഹത്തിന്റെ അമ്മ പെൺകുട്ടിയെ ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നു. ഇത് തനിക്ക് വൈകാരികമായും മാനസികമായും ഉണ്ടാക്കിയെന്ന് പെൺകുട്ടി പറയുന്നു. പെൺകുട്ടിയുടെ അടുത്തേക്ക് ഇനി പോകരുതെന്നും പിന്തുടർന്നാൽ 5 വർഷം വരെ തടവിന് ശിക്ഷിക്കേണ്ടി വരുമെന്നും കോടതി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്.